അപ്പൊ ഇന്നലെ ആയിരുന്നു നമ്മുടെ മന്നത്തെ പൂയം. ഇന്നലത്തോടെ എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞു കേട്ടോ. മന്നത്തെ പൂയം കാണാൻ വന്നവരാരും നിരാശയോടെ മടങ്ങി പോയിട്ടില്ലല്ലേ? ഇത്തവണയും അങ്ങനെ തന്നെയായിരുന്നു. ഓരോരോ വർഷം കഴിയുന്നവരും പല പല രീതിയിലുള്ള കാവടികളും നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ് നമുക്ക് വേണ്ടി തൈപ്പൂയം ഒരുക്കി വെക്കുന്നത്. ഇത്തവണത്തെ മെയിൻ അട്രാക്ഷൻ ആയിരുന്നു DJ കാവടി. പക്ഷെ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എന്തായാലും കണ്ടവരുണ്ടാവുമല്ലോ, അഭിപ്രായം രേഖപ്പെടുത്തണം. തൈപ്പൂയത്തിന് എല്ലാവർക്കും എല്ലാ പ്രാവശ്യവും രാവിലെ രാത്രി ഒന്നും പോകാൻ പറ്റാറില്ല കേട്ടോ. പക്ഷെ ഇത്തവണ ഞായറാഴ്ച ആയിരുന്നു തൈപ്പൂയം. അതുകൊണ്ട് തന്നെ രാവിലെ ആയാലും രാത്രി ആയാലും മഹാജന തിരക്കായിരുന്നു. അമ്പലത്തിന്റെ കിഴക്കേ നടയിലും വടക്കേ നടയിലും അമ്പലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കോമ്പൗണ്ട് മുഴുവനും തൈപ്പൂയം കാണാൻ വന്നവരുടെ ജനത്തിരക്കായിരുന്നു കേട്ടോ. ജാതി മത ഭേദമന്യാണ് എല്ലാവരും തൈപ്പൂയം കാണാൻ വരുന്നത്. പൂയം കഴിഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ടതില്ല. പൂയം കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി നമ്മുടെ ചെറായിൽ പൂരം നടക്കുന്നുണ്ട്. ഇന്നാണ് ചെറായി പൂരം, അതായത് ഫെബ്രുവരി 2, 2026. ചരിത്ര പ്രസിദ്ധമായ ഗൗരീശ്വരം ക്ഷേത്രത്തിൽ വെച്ചാണ് ചെറായി പൂരം നടക്കുന്നത്. ഇവിടുത്തെ പൂര മഹോത്സവം മധ്യ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ്. ചെറായി പൂരത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം 20 മുതൽ 30 വരെ ആനകൾ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പാണ്. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ ഇരുവശത്തുമായി നിന്ന് നടത്തുന്ന കൂട്ടി എഴുന്നള്ളിപ്പ് കാണാൻ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. മകരമാസത്തിലെ പൂയം നക്ഷത്രത്തിൽ തന്നെയാണ് ഇവിടെയും ഉത്സവം നടക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നുമായിട്ട് പൂരം കാണാൻ വരുന്നവരുടെ എണ്ണം അവിടെ വളരെ കൂടുതലാണ്. ഇതുപോലെ തന്നെ വർണ്ണാഭമായ ചടങ്ങുകളാണ് അവിടെ ഉള്ളത്. അവിടുത്തെ പഞ്ചവാദ്യവും എടുത്തു പറയേണ്ട ഒന്നാണ്. പ്രഗത്ഭരായ കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദ്യവും മേളവും പൂരത്തിന് കൊഴുപ്പേകും. അതുപോലെ തന്നെ കുടമാറ്റവും ഏറെ ശ്രദ്ധേയമായ ഒന്നാണല്ലേ. ചെറായി പൂരം കണ്ടവർക്കറിയാം. തൃശൂർ പൂരത്തിന് സമാനമായ രീതിയിൽ ആനപ്പുറത്ത് വർണ്ണശബളമായ കുടകൾ ഉയർത്തുന്ന കുടമാറ്റം ഇവിടെയും പ്രധാനം തന്നെയാണ്. ചെറായി പൂരവും ജാതി മത ഭേദമന്യേ വൈപ്പിൻ കരയിലെ എല്ലാ ജനങ്ങളും ഒത്തുചേരുന്ന ഒരു വലിയ നാട്ടുത്സവമാണ്. കാവടിയാട്ടം, നാടൻ കലകൾ, വിവിധ വാദ്യമേളങ്ങൾ എന്നിവ ഉത്സവത്തിന് വളരെയധികം മാറ്റം കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണല്ലേ ചെറായിലെ വെടിക്കെട്ട്. ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന വിസ്മയിപ്പിക്കുന്ന വെടിക്കെട്ടും ചെറായി പൂരത്തിന്റെ വളരെയധികം പ്രത്യേകതയിൽ ഒന്നാണ്. മൂത്തുന്നം പൂയത്തെ പറ്റിയും കുറുക്കഞ്ചേരി പൂയത്തെ പറ്റിയും മന്നം പൂയത്തെ പറ്റിയും സംസാരിച്ചപ്പോൾ പലരും എന്നോട് ചോദിച്ച ചോദ്യമാണ് എന്തുകൊണ്ടാണ് ചെറായി പൂരത്തെ പറ്റി പറയാനെന്നുള്ളത്. അതിനുള്ള ഉത്തരമാണ്. ചെറായി പൂരത്തെ പറ്റി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീരാത്തതായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഒരു വീഡിയോ തന്നെ അതിനു വേണ്ടി ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ തന്നെ പലരും ചെറായി പൂരം കാണാനുള്ള ഒരു ഒരുക്കത്തിലായിരിക്കുമല്ലോ. എനിക്ക് എന്തായാലും എത്തിച്ചേരാൻ കഴിയുന്നതായിരിക്കില്ല. എത്തിച്ചേരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും വരുന്നതാണ്. എല്ലാവരും ആഘോഷിച്ച് തന്നെ വരും. ഇത്തവണ മന്നത്തെ പൂയത്തിന്റെ താരതമ്യേന പോലീസ് ഗാർഡ്സിന്റെ എണ്ണമൊക്കെ കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. അതിനുള്ള കാരണവും വീഡിയോയിൽ തന്നെ പലരും കണ്ടു കാണുമല്ലോ. ഒരു ഉത്സവമാകുമ്പോൾ ഇതെല്ലാം സ്വാഭാവികമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ജനങ്ങൾ നല്ല രീതിയിൽ സഹകരിച്ച് നമുക്ക് ഈ ഒരു ആഘോഷം നല്ല രീതിയിൽ തന്നെ തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കേരളത്തിലെ ഉത്സവകാലങ്ങൾ എന്ന് പറയുമ്പോൾ കേവലം ഭക്തിയുടെയും ആഘോഷത്തിന്റെയും മാത്രമല്ല അല്ലെ, ആയിരക്കണക്കിന് വരുന്ന താൽക്കാലിക കച്ചവടക്കാരുടെ, അതായത് സീസണൽ വെൻഡേഴ്സിന്റെ ഉപജീവനത്തിന്റെ കൂടെ കാലമാണ്. ഉത്സവ പറമ്പുകളിൽ നിന്ന് ഉത്സവ പറമ്പുകളിലേക്ക് താവളം മാറ്റുന്ന ഇവരുടെ ജീവിതം തികച്ചും വ്യത്യസ്തവും വെല്ലുവിളികൾ നിറഞ്ഞതും ആയതുകൊണ്ട് തന്നെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു. തമിഴ്നാട്, കർണാടക തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും വടക്കൻ കേരളത്തിൽ നിന്നുള്ളവരും ഇതിൽ ഉൾപ്പെടുന്നു. ഉത്സവങ്ങൾക്ക് ആവേശം പകരുന്നതിനൊപ്പം സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിലും ഇവർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാലാവസ്ഥ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഭക്ഷണം എന്നിവയെല്ലാം നേരിട്ടുകൊണ്ടാണ് ഇവരുടെ ജീവിതം. അപ്പൊ ഈ പൂരത്തിന് അവരെ കൂടെ സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പൊ ശരി, ബൈ.